അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫറൂഖിലെ പുലി. ഞാനീ പറയാൻ പോകുന്നത് ഫുള്ളായിട്ട് എല്ലാവരും കേൾക്കണേ, അപ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ. ഫറൂഖിൽ പുലി ഇറങ്ങി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് കേട്ടൊരു വലിയ സംഭവമാണ് ഫറൂഖിൽ പുലി ഇറങ്ങി. ഫറൂഖിലെ പുലിയെക്കുറിച്ച് ചർച്ചയായി. ഫറൂഖിലെ പുലിയെ പേടിച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, സ്കൂള്, മദ്രസ എല്ലാം അടച്ചു. എല്ലാവരും ഫറൂഖിലെ പുലിയെ പേടിച്ചു. പുലി പുറത്തിറങ്ങിയിട്ടുണ്ട്, പല ആളുകളെ ആക്രമിച്ചു, 1-2 പേരെ കൊന്നിട്ടുണ്ട്. എല്ലാവർക്കും പേടിയായിരുന്നു പുലിയെ. അങ്ങനെ വിദഗ്ധരായ സംഘങ്ങൾ അതിനെ പിടിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തി. കുറേ ശ്രമം നടത്തിയും പരാജയപ്പെട്ട്. ഗവൺമെൻറ് മുന്നറിയിപ്പ്, എല്ലാവരും 7 മണിയാകുമ്പോഴേക്ക് പുറത്താരും ഇറങ്ങരുത്, എല്ലാവരും വീട്ടിൽ തന്നെ കയറിയിരിക്കണം. എല്ലാവരും വീട്ടിൽ കയറിയിരുന്നു. കുറേ ജന്തുക്കളെ, മൃഗങ്ങളെയൊക്കെ പുലി ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. അതിരാവിലെ തന്നെ എല്ലാവരും പത്രം നോക്കുകയാണ് ഫറൂഖിലെ പുലിയെക്കുറിച്ച്. അങ്ങനെ വിദഗ്ധരായ സംഘങ്ങൾ വന്ന് ആ പുലിയെ കൊല്ലാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തി. അതിനിടയ്ക്കൊരു ഉദ്യോഗസ്ഥനെ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ പുലി ആക്രമിച്ചു. അവസാനം വിദഗ്ധ സംഘം വന്ന് തന്ത്രപരമായി പുലിയെ കൊന്നുകളഞ്ഞു. എല്ലാവർക്കും സമാധാനമായി. ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ തുറന്നു, സ്കൂൾ, മദ്രസകളൊക്കെ തുറന്നു. അങ്ങനെ പുലിയെ ഒരു വണ്ടിയിൽ കയറ്റി, ഒരു മിനി ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകലിൽ മീൻചന്തയിൽ ഗേറ്റടവ് വന്നു. അങ്ങനെ ഗേറ്റടവ് വന്നപ്പോൾ വണ്ടി അവിടെ നിർത്തി. അപ്പോൾ പുലിയെ കാണാൻ വേണ്ടി എല്ലാവരും തടിച്ചുകൂടി. കൊച്ചു കുട്ടികൾ മദ്രസ വിട്ട് ആ പുലിയെ കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ വന്ന് നോക്കി. ആ പുലിയുടെ വാലൊക്കെ പൊക്കി നോക്കുന്നു, പുലിയെ തൊട്ട് നോക്കുന്നു. ഇത്രയും ഭീതി നിറച്ച, ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ അടച്ച, ജനങ്ങളെ പേടിപ്പിച്ച ഈ പുലിയെ ഇപ്പം എല്ലാവരും തൊട്ട് നോക്കുകയാണ്. ആർക്കൊരു പ്രശ്നവുമില്ല, ഒരാൾക്കൊരു പേടിയില്ല. കാരണം എന്താ? പുലി ചത്തിട്ടുണ്ട്. ആർക്കും ഇപ്പോൾ പ്രശ്നമില്ല. പരിശുദ്ധ ഇസ്ലാമിന് ജീവൻ കിട്ടണമെങ്കിൽ ഇൽമു വേണം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന് ജീവൻ ഉണ്ടാക്കണമെങ്കിൽ, ഇസ്ലാം നമ്മളെ മനോമുഖരത്തിൽ, നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ഹൃദയത്തിൽ പതിക്കണമെങ്കിൽ ഇൽമു വേണം, വിദ്യാഭ്യാസം വേണം, അറിവ് വേണം. അറിവില്ലാതെയാകുമ്പോൾ ആ ഇസ്ലാമിന് ജീവനില്ല. അപ്പം എല്ലാവരും കളിയാക്കും, എല്ലാവരും തൊട്ടു നോക്കും, ആർക്കൊരു പേടിയുണ്ടാവില്ല. കാരണം ഇസ്ലാമിന് ജീവനില്ലാത്ത നിലയിലായിട്ടുണ്ട് നമ്മുടെ മനസ്സിലൊക്കെ. അതുകൊണ്ട് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വളരെ പ്രസക്തമാണ്. ഇൽമ് ഇസ്ലാമിൻ്റെ ജീവനാണ്. ഇൽമുള്ള ആളുകൾക്ക് ഇസ്ലാം ജീവനോടുകൂടെ നിലനിർത്താൻ പറ്റും. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും കളിയാക്കാനും കുറ്റപ്പെടുത്താനും കഴിയില്ല. പക്ഷേ ഇസ്ലാം നമ്മളൊക്കെ ഉള്ളിലുണ്ട്, പക്ഷേ ഇൽമില്ല. അതുകൊണ്ട് തന്നെ പരിഹസിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, ആക്ഷേപിക്കുകയാണ്. ഇൽമ് വളരെ അത്യാവശ്യമാണ്. വളരുന്ന തലമുറ പൂർണ്ണമായും ഇൽമിൽ നിന്ന് അകന്നു പോവുകയാണ്. അവർക്ക് ഇൽമ് പഠിക്കാൻ സമയമില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വരും കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാം നാമമാത്രമായി, പേരിൽ മാത്രമായി അവശേഷിക്കുകയാണ്. ലാ യുജാവിസു തറാക്കിയവും, ഇസ്ലാമുണ്ട്, തൊണ്ടക്കുഴി വിട്ട് താഴേക്കിറങ്ങൂല, നാവിൻ തുമ്പിൽ മാത്രമായി മാറും. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മൾ ഇൽമു പഠിക്കാനും നമ്മുടെ മക്കൾക്ക് ഇൽമു കൊടുക്കാനും മതവിദ്യാഭ്യാസം നന്നായി അവരെ മനസ്സിൽ കൊടുത്താൽ ഒരിക്കലും ആ മക്കളുടെ മനസ്സിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാം മാറൂല. അല്ലെങ്കിൽ ലിബറലിസം വല്ലാതെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ആവാം, എങ്ങനെയാവാം, ആർക്കും ഒരു വിശ്വാസമില്ല. ഉള്ളവർക്ക് തന്നെ നാവിൻ തുമ്പിൽ മാത്രമായി അവശേഷിക്കുകയാണ്.
യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിച്ച് യഥാർത്ഥ മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.